ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദർശീൻ്റെ സ്കൂളിലേക്കാണ്. സ്കൂളിൽ വാർഷികവും പരിപാടിയെല്ലാം നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ് കേട്ടോ. 2 ദിവസമായി പരിപാടിയല്ല, അപ്പോൾ 2 ദിവസം സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നാണ് മോൻ്റെ ഡാൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു നെച്ചൂസിനെ കൂട്ടണ്ടാന്ന്. പൊടിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ഓന് പെട്ടെന്ന് പനിയും ചുമയെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പം കൂട്ടണ്ടെന്നാണ് വിചാരിച്ചേ. പിന്നെ രാവിലെ ദർശി സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞു നെച്ചൂസിനെയും കൂട്ടണമെന്ന്. പിന്നെ ഓൻ്റെ ഒരു സന്തോഷമായല്ല കുഞ്ഞിക്കും. അപ്പം നമ്മൾ 3 വന്ന് പോകുന്നത്. അച്ഛനും അമ്മയും വന്നിട്ടില്ല. അമ്മക്ക് മുട്ടുവേദനേൻ്റെയും നടുവേദനേൻ്റെ എല്ലാം പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറേ സമയം ഇരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ അമ്മ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വന്ന്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരത്തിലാണ് സ്കൂളുള്ളത്. സ്കൂളിൽ തന്നെയാണ് കേട്ടോ. കുറേ വർഷം മുന്നേ ഞാനും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ദർശീനെ ആദ്യം ചേർത്തത് ഇവിടെയല്ല. പിന്നെ എൻ്റെ ഡെലിവറി സമയത്ത് കുറേ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ അവിടുന്ന് എൻ്റെ നാട്ടിലോട്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളും ഒരേ സ്കൂളിൽ പഠിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ടേ. പരിപാടിയെല്ലാം ഏകദേശം സ്റ്റാർട്ടാവാനായിട്ടുണ്ട് തോന്നുന്നു. ആൾക്കാരെല്ലാം വന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു തുടങ്ങാനായി എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു സമയം വന്നത്. നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വരാമെന്ന് വിചാരിച്ച് നിന്നെയാണ് കേട്ടോ. ഒന്നാമത് ഈ നെച്ചൂസിനെയും കൊണ്ട് പൊടിയിലിറങ്ങുന്ന ഒരു പ്രശ്നം തന്നെ. ആൾക്ക് പൊടിയിലിറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ലോണം ശ്വാസം മുട്ടലാണ് വരുന്നത്. അപ്പോൾ പിന്നെ അധികം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ മോൻ പോകുമ്പം നെച്ചൂസിനെയും കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നെച്ചൂസിനെയും കൂട്ടിയിട്ട് തന്നെ വന്നത്. സ്കൂളിൽ പാകം മാറിയിട്ടുണ്ട് കേട്ടോ. പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നല്ല ഉണ്ടായിനി. ഫുള്ള് ഓടിട്ട കെട്ടിടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായത്. അതിന് ചുറ്റും കുറേ മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ ദർശിനെ പരുത്തിയിട്ട് നേരെ സ്റ്റേജിൻ്റെ അടുത്തേക്കാണ് പോയത്. നെച്ചൂസ് നല്ല ഹാപ്പിയിലാണ് ഉള്ളത്. നെച്ചൂസിന് ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്ത് പോയിട്ടാകുമ്പോൾ തന്നെ രംഗപൂജ സ്റ്റാർട്ടായിട്ടുണ്ട്. ഏകദേശം നല്ലോണം ആൾക്കാരും ഉണ്ട് കേട്ടോ പരിപാടിക്ക്. കുഞ്ഞുങ്ങളെല്ലാം റെഡിയായിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് ദർശി ആടി ഉണ്ടോയെന്നാണ് നോക്കിയത്. അവരുടെ ടീം ആടി ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ദർശീൻ്റെ ക്ലാസ് ടീച്ചറെ കണ്ടു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ക്ലാസ് റൂമിൽ നിന്ന് റെഡി ആയിക്കൊണ്ട് നിൽക്കുന്ന ഉള്ളതെന്ന്. അപ്പോൾ നെച്ചൂസിനെയും കൊണ്ട് കുറച്ച് സമയം അവിടെ നിന്നു. കേട്ടോ. പിന്നെ ദർശീൻ്റെ ക്ലാസ് റൂം വരുത്തിയിട്ടായി നടത്താം. ഓരോ ക്ലാസ്സിൽ ഓരോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കീഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിൽ ഓരോ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ദർശീൻ്റെ ക്ലാസ് ഏതാണെന്ന് വരുത്തി കുറേ സമയം നടന്നു. അപ്പോൾ കിട്ടിയിട്ടുണ്ട് ക്ലാസ്. ഇപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ തന്നെ 2 ടീമാണ് ഉള്ളത്, ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും. ഗേൾസിൻ്റെ ടീം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്രേ. ബോയ്സിൻ്റെ ടീമെല്ലാം റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സെല്ലാം കാണാൻ അടിപൊളിയുണ്ട് കേട്ടോ. ദർശിക്കിന് നമ്മളെ കണ്ടതിനേക്കാളും കൂടുതൽ നെച്ചൂസിനെ കണ്ടുകൊണ്ടാണ് ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ചാൽ നെച്ചൂസിനെയും കൊണ്ട് സ്കൂളിലേക്ക് വരുന്നത് ആദ്യമായിട്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തന്നെ ദർശിക്കിനെ കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനും നെച്ചൂസും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങൽ കുറവാണ്. ഞങ്ങൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കലാണ്. അപ്പോൾ നെച്ചൂനെയും കൊണ്ട് ഇങ്ങനെ സ്കൂൾ മൊത്തം കറങ്ങുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നെച്ചൂസിനെയും കൊണ്ട് വന്നിട്ടാകുമ്പോൾ ദർശിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അച്ഛന് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. നമ്മൾ പിന്നെ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടാട്ടോ. ഇനിയിപ്പം ദർശിയും ടീമും അങ്ങോട്ടേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്നു. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. ഇനി ഇവർ മേക്കപ്പ് ചെയ്ത റൂമിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ക്ലാസ് റൂം ഫ്രീ ആണ് ഉണ്ടായത്. പിന്നെ അവിടെ നെച്ചൂസിനെയും കൊണ്ട് ഇരുന്നു കേട്ടോ. നെച്ചൂന് ടൈമിന് കുറേ മരുന്നെല്ലാം കൊടുക്കാനുണ്ട്. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കലെല്ലാം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വിചാരിച്ച് ഇവിടെ ക്ലാസ് റൂമിലിരിക്കാന്ന്. നെച്ചൂസ് വൈകുന്നേരം ഒരു കുഞ്ഞ് ഉറക്കെല്ലാം ഉറങ്ങുന്നതാണ്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സ്കൂളിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. റെസ്റ്റ് എടുക്കാൻ വന്നു. നിങ്ങയില്ലോ
മന്ന് വേണ്ടേ? മരുന്ന് കുടിക്കണ്ടേ നമുക്ക്? മന്ന് വെച്ചണ്ടേ പൊന്നാ? ഏയ് അപ്പുറത്തേ വാ.